തമിഴ്നാട്ടിൽ CPI പ്രവർത്തകരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ നിർദ്ദേശം നൽകിയ തഹസീൽദാർക്ക് സസ്പെൻഷൻ. തമിഴ്നാട്ടിലെ ഗുജിലിയാമ്പാറ തഹസീൽദാറാണ് വിചിത്ര നിർദ്ദേശം നൽകിയത്. തഹസീൽദാരുടെ ഉത്തരവിനെതിരെ CPIM രംഗത്തെത്തി. രാകേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാകേഷ്, ഇത് വിചിത്രമായ ഒരു നിർദ്ദേശമാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടാകുന്നത്? അത് അനുസരിക്കാനും അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനൊക്കെ തീരുമാനിക്കുന്ന ഒരു നിലയുണ്ടായിരിക്കുന്നത്? ശ്യാമിലി, വിചിത്രമായ ഉത്തരവാണ്. കാരണം ഡിണ്ടിഗൽ ജില്ലയിലെ ഗുസ്ലിയാമ്പാറ തഹസിൽദാറാണ് ഈ വിചിത്ര ഉത്തരവ് നൽകിയത്. അയ്യസ്വാമി എന്നാണ് ഈ തഹസിൽദാരുടെ പേര്. ഇതിൽ ഉത്തരവ് മാത്രമല്ല, ഒരു നിർദ്ദേശം എന്ന് തന്നെ നിലയ്ക്ക് നമുക്ക് പറയാം. കാരണം ഇതിൽ പേര് വിവരങ്ങൾ ശേഖരിക്കണം. CPMൻ്റെയും പ്രവർത്തകരുടെ ഈ താലൂക്കിൽ ആരൊക്കെ ഉണ്ട് തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും ശേഖരിക്കണം. മാത്രവുമല്ല, ഇതിൽ വീഴ്ച വരുത്തുന്ന വില്ലേജ് അസിസ്റ്റന്റുമാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് പോലും ഈ തഹസിൽദാരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തു. ഉത്തരവ് പിന്നീട് വലിയ വിവാദമാവുകയും CPM നേതാക്കൾ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയത് എന്ത് സാഹചര്യത്തിലാണ് ഈ ഉത്തരവ് എന്നറിയില്ല, അന്വേഷണം നടന്നാലേ കൂടുതൽ വ്യക്തത വരൂ എന്ന പ്രതികരണമാണ് നടത്തിയെങ്കിൽ ഡിണ്ടിഗൽ MP കൂടിയായി സച്ചിദാനന്ദൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, പാർട്ടികൾ നിരോധിക്കുന്ന ഘട്ടത്തിൽ പോലും ഇത്തരം നിർദ്ദേശങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം നിർദ്ദേശം നൽകിയത് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മാത്രവുമല്ല, രാജ്യത്തെ 6 ദേശീയ പാർട്ടികളിൽ ഒന്നാണ് CPM. തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ തന്നെ CPMനും CPIക്കും 2 വീതം ലോക്സഭാ അംഗങ്ങളുമുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് തഹസിൽദാറുടെ ഉത്തരവ് വന്നത്. അത് വലിയ വിവാദമാവുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പോലും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ഇപ്പോൾ കളക്ടർ അറിയിച്ചിരിക്കുന്നത് ഈ ഉത്തരവ് പിൻവലിച്ചു എന്നുള്ളതാണ്. തഹസിൽദാറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ചെന്നൈയിൽ റവന്യൂ ആസ്ഥാനത്ത് എത്തിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കണം എന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ തഹസിൽദാർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ തഹസിൽദാറുടെ നടപടി വലിയ തോതിൽ വിവാദമായിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പ്രാദേശിക നേതാക്കൾ, CPMൻ്റെ പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഓഗസ്റ്റ് 11 ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമവാസികളുമായി തഹസിൽദാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് അവിടെ ചെന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊന്നും തന്നെ ഓഫീസിലേക്ക് കയറേണ്ടതില്ല, നിവേദനം നൽകാൻ എത്തിയവർ മാത്രം അവിടെ പ്രവേശിച്ചാൽ മതി. അങ്ങനെ പ്രവേശിച്ച ചിലരോട് നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കില്ല എന്ന പെരുമാറ്റം ഈ തഹസിൽദാറുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന പരാതി കൂടി ഇപ്പോൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ശ്യാമിലി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.